പാഠം 361. അത്രമേൽ സ്നേഹിക്കയാൽ. ഹലോ, അതെ. ആ, വിദ്യാലക്ഷ്മി, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അതെ, നാളത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഉവ്വ്, അത് പിന്നെ സമ്മതിക്കാതിരിക്കൂ. ഓ ശരി, ഞാൻ വിളിച്ചോളാം. ഇങ്ങനെയാണോ ഫോൺ വെക്കുന്നത്? മോഹനേട്ടൻ അതെടുത്ത് നേരെ വെച്ച പോരെ? അത് പോരല്ലോ. ഫോൺ ഉപയോഗിക്കുന്ന ആളിന് അത് ശരിയായി ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്ന് വെക്കണം. ഇപ്പൊ ഞാൻ കണ്ടതുകൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിലോ ഈ ഫോൺ ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മോഹനേട്ടാ, ഇതിനിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രമുള്ള കാര്യമുണ്ടോ? ഞാൻ ഫോൺ ക്രെഡിറ്റിൽ വെച്ചപ്പോ ഒരല്പം മാറിപ്പോയി. അതിന് ഇത്ര മാത്രം ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി എത്രയോ പേരാണ് ഒരു ദിവസം വിളിക്കാനുള്ളത്. അപ്പോ ഈ ഫോൺ ഇങ്ങനെ മാറിയിരുന്നാലോ? ഉദാഹരണത്തിന് എന്നെ ഒരു അത്യാവശ്യത്തിനായി കളക്ടർ വിളിക്കാമെന്ന് കരുതി, ഫോൺ ഇങ്ങനെ മാറിയിരിക്കുന്നു. എന്നെ കിട്ടാതെ വരുമ്പോ കളക്ടർ എന്ത് വിചാരിക്കും? വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ഒറ്റ വഴിയുള്ള കളക്ടർക്ക്. മോഹനേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. അത് ആർക്കും പറ്റുന്ന അബദ്ധമാണ്. അതിന് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യത്തിന് അതർഹിക്കുന്ന ഗൗരവമേ കൊടുക്കാൻ പാടുള്ളൂ. ഫോൺ ക്രെഡിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതിന് ഒരാളെ കൊന്നതിന് ഗൗരവമൊന്നും കൊടുക്കല്ലേ. വഴക്കുണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ ആലോചിക്കണം. അയ്യോ, ഇനി ഈ ഫോൺ ഇങ്ങനെ മാറിയിരുന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവണ്ട. മുഖ്യമന്ത്രി എങ്ങാനും വിളിച്ചാലോ? മണി എത്ര അറിയാമോ? നീ ഇങ്ങനെ എനിക്ക് ആഫീസിൽ പോട്ടെ. മോഹനയുടെ ആഫീസിൽ പോണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഈ ഫയൽ മുഴുവൻ നോക്കിയിട്ട് വിദ്യാലക്ഷ്മി ഏൽപ്പിക്കാനുള്ളതാണ്. ഇല്ലെങ്കിൽ ഒടുവിൽ ഞാൻ സമാധാനം പറഞ്ഞു മടുക്കും. നിനക്ക് ഫയൽ നോക്കണമെങ്കിൽ അത് വക്കീൽ ഓഫീസിൽ നിന്നിട്ടാകാമല്ലോ. ഞാൻ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു ദിവസം 10 മണിക്ക് പകരം 10:30 ആഫീസിൽ കയറി ചെന്നാൽ എന്താ വൈകിയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്റെ ഭാര്യയ്ക്ക് ഒരു ഫയൽ നോക്കാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അവൾ എനിക്ക് കാപ്പി തന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇതാണോ പ്രശ്നം? ഇപ്പൊ സമയത്രേ? 8:50. ആ, സാധാരണ മോഹനേട്ടൻ എത്ര മണിക്കാ കാപ്പി കുടിക്കുന്നത്? വേണമല്ലോ, പറയണമല്ലോ. ലോകത്തിലെ ഏറ്റവും കൃത്യനിഷ്ഠയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന് കാപ്പി കുടിക്കുന്ന കാര്യത്തിലും കൃത്യനിഷ്ഠയാവാം. എല്ലാ ദിവസവും 9:15 മോഹനേട്ടൻ കാപ്പി കുടിക്കാൻ വരാറുള്ളത്. ഇന്നെന്താണ് 8:50? എനിക്ക് നേരത്തെ പോണം. അങ്ങനെ നേരത്തെ പോണമെങ്കിൽ അത് എന്നോട് പറയണ്ടേ? മോഹനേട്ടൻ പറഞ്ഞു. ഇന്ന് നേരം വെളുത്തപ്പം മുതല് മോഹനേട്ടൻ എന്നോട് ഒരു കാര്യവും ഇല്ലാതെ വഴക്കുണ്ടാക്കാൻ വരികയാണ്. രാവിലെ ചായയായി വന്ന് മോഹനേട്ട ചായ എന്ന് പറഞ്ഞ പാടെ പത്രം വായിച്ചോണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തുന്നതിനാ എന്ന് പറഞ്ഞൊരു ബഹളായിരുന്നു. അത് കഴിഞ്ഞ് കുളിക്കാൻ കയറിയപ്പോ കുളിമുറിയിൽ സോപ്പ് കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ബഹളം. കുളിമുറിയിൽ ഇരുന്ന സോപ്പ് ഇന്നലെ രാത്രി മോഹനേട്ടൻ തന്നെയാണ് എടുത്ത് വാഷ് ബേസിന് അവിടെ കൊണ്ടുപോയി വെച്ചത്. അത് പറഞ്ഞപ്പോ ഉത്തരം മുട്ടി. എന്നിട്ടും സാറിന്റെ ദേഷ്യം കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഷർട്ട് തേച്ച് ശരിയായില്ല എന്ന് പറഞ്ഞായിരുന്നു അടുത്ത ബഹളം. ഈ ഷർട്ട് തേച്ചൻ എന്താ കുഴപ്പം? ഇത് ശരിയായിട്ടില്ല. ഇതിന് ഒരു ശരി കേടുമില്ല. പക്ഷെ മോഹനേട്ടൻ ഇന്ന് രാവിലെ എഴുന്നേറ്റതേ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ പിന്നെ അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ, അത്രയേ ഉള്ളു കാര്യം. പോട്ടെ, ഇപ്പൊ എന്താ വേണ്ടത്? കാപ്പി എടുക്കണോ അതോ 9:15 കഴിക്കണല്ലോ? എനിക്കൊരു ചായ കിട്ടോ? ചായോ? ഇപ്പോഴോ? എന്താ ചായ കുടിക്കാൻ പറ്റില്ലേ? സാധാരണ അങ്ങനെ ഒരു ചായ കൂടി കണ്ടിട്ടില്ല. എനിക്കിപ്പോ ഒരു ചായ വേണം. നിനക്ക് തരാൻ പറ്റൂല്ലേ? ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ചായ എങ്കിൽ ചായ.
ഹലോ, അതെ. എന്താ ശിശുബല? ലീവോ? ഇന്നോ? നടക്കില്ല. നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വരാനും തോന്നുമ്പോ വരാതിരിക്കാനും വില്ലേജ് ഓഫീസ് ഒരു സിനിമാ തിയേറ്റർ അല്ല. ഇന്ന് ലീവ് തരുന്ന പ്രശ്നമില്ല. എന്ത് പറഞ്ഞാലും നടക്കില്ല എന്ന് മോഹനേഷൻ പറഞ്ഞാൽ നടക്കില്ല തന്നെയാണ്. ചായ എന്തായിരുന്നു ഫോണിലൂടെ യുദ്ധം? ശിശുപാലനെ വിളിച്ചത് ഇന്ന് ലീവ് വേണമെന്ന്. ഇന്ന് ലീവ് വേണമെങ്കിൽ ഇപ്പോഴാണോ വിളിക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. എന്താ കാരണം പറഞ്ഞത്? ഞാൻ ചോദിച്ചില്ല. കൊള്ളാം. എന്തിനാണ് ലീവെന്ന് പോലും ചോദിക്കാതെയാണ് എടുത്തി അടിയോളം ബഹളം. അപ്പോ എന്നോട് ദേഷ്യപ്പെട്ടത് കൂടാഞ്ഞ് ആഫീസുള്ളവരോട് തുടങ്ങി ഈ ദേഷ്യം. ഇന്നെന്തായാലും കാഞ്ചനയുടെ സ്വയംപ്രഭയുടെ കാര്യം പോക്കാണ്. എന്താ ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്? ഇതിനെന്താ ശോഭ? ഇതെങ്ങനെ കുടിക്കും? അതിനെന്താ കുഴപ്പം? വന്ന് വന്ന് നിനക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതായി. ഞാനൊരു ചായ വേണമെന്ന് നിന്നോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടുവരും ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത് നീ മനുഷ്യന് കൊടുക്കാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ ഉണ്ടാക്കിയത് മനുഷ്യന് കുടിക്കാനുള്ളതാണ്. പക്ഷെ ഈ കുടിക്കുന്നയാള് മനുഷ്യനാണോ എന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ചായക്ക് വേണ്ട. ഇതെങ്ങനെ കുടിക്കും? ഇതിനെന്താ കുഴപ്പമെന്ന് പറ. ഇതിനെന്താ കുഴപ്പമില്ലാത്തത്? മോഹനേട്ടാ, ഇതിൽ ഒഴിച്ചിരിക്കുന്ന പാല് രമൺ ചേച്ചിയുടെ വീട്ടിലെ പശുവിന്റെയാണ്. കഴിഞ്ഞ 3 മാസമായി ആ പശുവിന്റെ പാലാണ് ഇവിടെ കൊണ്ടുവരുന്നത്, നമ്മൾ കുടിക്കുന്നത്. ഇന്നിപ്പോ പ്രത്യേകിച്ച് ആ പാലിനൊരു രുചി വ്യത്യാസം വരേണ്ട കാര്യമില്ല. പിന്നെ ചായപ്പൊടി, നമ്മുടെ കല്യാണം കഴിഞ്ഞ നാള് മുതൽ ഉപയോഗിക്കുന്ന അതേ ചായപ്പൊടിയാണ് ഇന്നും അതിലിട്ടത്. പഞ്ചസാര മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇന്ന് രാവിലെ തന്ന ചായയിലും അതേ പഞ്ചസാര തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഇതിന് രുചി വ്യത്യാസം വരേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ വെറുതെ പറയുന്നതാണെന്നാണോ നീ പറയുന്നത്? മോഹനേട്ടൻ വെറുതെ പറയുകയല്ല, മോഹനേട്ടൻ വഴക്കുണ്ടാക്കാൻ നോക്കുകയാണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വഴക്കിന് ഞാനും തയ്യാറായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തീരെ സമയമില്ല. എനിക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ അറിയൂ. സൗകര്യം ഉണ്ടെങ്കിൽ സാറ് കുടിച്ചാൽ മതി. ഹലോ, അതെ മോഹനേഷനാ. അത് ഞാൻ ഭാമയപ്പിച്ചാണല്ലോ. കിട്ടിയില്ലേ? ഓ, ഞാൻ തിരിച്ചു വിളിക്കാം. ആഹാ, മാധവൻകുട്ടിയുടെ കടയിൽ കൊടുക്കാനായി നിന്റെ കയ്യിൽ ഇന്നലെ ഞാൻ ഒരു 1000 രൂപ തന്നിരുന്നോ? തന്നു. എന്നിട്ട് നീ എന്താ കൊടുക്കായിരുന്നേ? മോഹനേട്ടാ, പറയണ്ട. ഇതാ ഭാമയെ ഞാൻ പറയുന്നത്. വന്ന് നിനക്ക് ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി. മോഹനകൃഷ്ണന് ഈ നാട്ടിലൊരു വിലയുണ്ട്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് കൊടുക്കുന്ന ഒരാളാണ്. നിനക്കതൊന്നും ഒരു പ്രശ്നമല്ല. നിന്നെ ഞാൻ ഏൽപ്പിച്ച പൈസ പേഴ്സിലിട്ട് സുഖമായിട്ട് അങ്ങ് നടക്കുക. നഷ്ടപ്പെടുന്ന എന്റെ മാനമല്ലേ? അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. കള്ളന്മാരുടെയും കൊലപാതകളുടെയും കേസ് വാദിക്കുന്ന നിനക്ക് അഭിമാനത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യം എന്താ? പറഞ്ഞ വാക്ക് പാലിച്ച ശീലം നിനക്കുണ്ടോ? മോഹനേട്ടാ, കുറെ നേരമായിട്ടോ ഞാനത് സഹിക്കണു. മോഹനേട്ടൻ എന്താ പറ്റിയത്? മാധവൻകുട്ടി കൊടുക്കാനുള്ള 1000 രൂപ മോഹനേട്ടൻ ഇന്നലെ എന്റെ കയ്യിൽ തന്നു എന്നുള്ളത് നേര് തന്നെയാണ്. അത് എപ്പോഴായിരുന്നു? ഇന്നലെ വൈകിട്ട് ഞാൻ ആഫീസിൽ നിന്ന് വന്നപ്പോ 1000 രൂപ എന്റെ കയ്യിൽ തന്നിട്ട് മോഹനേട്ടൻ പറഞ്ഞു, നാളെ രാവിലെ കോടതിയിൽ പോകുമ്പോൾ മാധവൻകുട്ടിക്ക് ഈ പണം മറക്കാതെ കൊടുക്കണം. രാവിലെ മോഹനേട്ടൻ മറന്നാലോ എന്ന് കരുതിയാണ് ഇപ്പോഴേ ഏൽപ്പിക്കുന്നതെന്ന്. ഇന്നലെ വൈകിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇന്ന് കോടതിയിൽ പോകുന്ന വഴിക്ക് മാധവൻകുട്ടിക്ക് കൊടുക്കാൻ തന്ന പണം ഞാൻ പിന്നെ എപ്പോ കൊണ്ടേ കൊടുക്കണമായിരുന്നു? ഇന്നലെ രാത്രിയിലോ? മോഹനേട്ടാ, വഴക്കുണ്ടാക്കുമ്പോൾ ആലോചിച്ച് വഴക്കുണ്ടാക്കണം. വഴക്കിന് വേണ്ടി മാത്രം വഴക്കുണ്ടാക്കുന്നതിന്റെ പ്രശ്നമാണ് ഇത്. ഉത്തമനാ, ഇനി കുറച്ചു നേരം ഉത്തമന്റെ മേലെ കുതിര കയറ. അപ്പോഴേക്കും ഞാൻ ഈ ഫയൽ നോക്കി തീർത്തോളാം. പ്ലീസ്. ഇതെന്തൊരു കഷ്ടമാ നോക്കണേ. നമസ്കാരമുണ്ട് സാറേ. സോമശേഖരന്റെ വസ്തു പോക്കോരോ ചെയ്യുന്ന കാര്യം ഇന്നുകൊണ്ട് ശരിയാക്കി തരാമെന്ന് സാർ പറഞ്ഞായിരുന്നു. ഈ സോമശേഖരൻ സ്ഥലത്തില്ല.
ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് വില്ലേജ് ഓഫീസിലോട്ട് പോയെന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. എന്താ എന്താ സാറേ? ഇതാണോ വില്ലേജ് ഓഫീസ്? അല്ല സാറേ, 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. അരവിന്ദന്റെ ബിൽഡിംഗ് പെർമിറ്റ് ശരിയാക്കാനേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു 11:30 മണിയാവും. 11:30 കൃഷി ഓഫീസിലും പോകണം. അത് കഴിഞ്ഞൊരു ചെറിയ സ്ഥല കച്ചവടത്തിന്റെ പ്രശ്നമുണ്ട്. 1:30 ചെല്ലാന്നാണ് പറഞ്ഞത്. ആ ഏർപ്പാട് എപ്പോഴേക്ക് തീരുമെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിയിൽ പുതുതായി വന്ന പത്രോ സാറിന് ഒരു വാടക വീട് ശരിയാക്കണം. ചുരുക്കി പറഞ്ഞ ഇന്ന് നല്ല തിരക്കാണ് സാറേ. അതിനിടയിൽ വില്ലേജ് ഓഫീസിലോട്ട് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോ ഉത്തമൻ തിരക്കെല്ലാം കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. പോക്കുവരവിന്റെ കാര്യം സംസാരിക്കണമെങ്കിൽ ആഫീസിൽ വരണം. അയ്യോ അങ്ങനെ പറയില്ല സാറേ. ഇന്ന് പോക്കുവരവ് ശരിയാവേണമെങ്കിൽ ആരെങ്കിലും വിട്ടൊന്ന് കരമടയ്ക്കാമല്ലോ എന്നോർത്താണ് ഞാൻ തന്നെ ഇത് വന്നത്. ഉത്തമ, സോമശേഖരന്റെ വസ്തു പോക്കുവരവ് ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തത് എവിടെയാണ്? വില്ലേജ് ഓഫീസിൽ. അപ്പൊ പിന്നെ പോക്കുവരവ് നടന്നോ ഇല്ലെന്ന് അന്വേഷിക്കാൻ വില്ലേജ് ഓഫീസ് എന്നല്ലേ പറ്റൂ? ഉത്തമൻ തിരക്കാണെങ്കിൽ അത് ഉത്തമന്റെ പ്രശ്നം. നാട്ടിൽ അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളും കാണും. അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഉത്തമ, ഞാൻ ഉത്തമനെ ഒന്ന് കാണാനിരിക്കുകയാണ്. ഞാനും ഉത്തമൻ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നീ കണ്ടോ? കണ്ടു. രണ്ടുപേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് സംസാരിക്കുന്നത് എവിടുത്തെ ന്യായമാണ്? ഉത്തമനല്ലേ മോഹനേട്ടാ? ഉത്തമനല്ല ആരായാലും നീ ചെയ്തത് ശരിയായില്ല. രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അത് തീരുന്നവരെ കാത്തു നിൽക്കാനുള്ള മര്യാദ ആരായാലും കാണിക്കണം. അതെങ്ങനെ? നീ ഒരു വക്കീലല്ലേ? കോടതിയിൽ ഒരു വക്കീൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നതാണല്ലോ നിങ്ങളുടെ ശീലം. ഉത്തമ, സോമശേഖരന്റെ വസ്തുവിന്റെ പോക്കുവരവിന്റെ കാര്യം വരണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ തന്നെ വരണം. മേലിൽ എന്തെങ്കിലും ആഫീസ് കാര്യങ്ങളുമായി ഇവിടെ വന്നാൽ ഉത്തമൻ വിവരം അറിയും. മറികങ്ങോട്ട് അഹങ്കാരി. എന്ത് പറ്റി വക്കീലേ? മോനേട് സാറിന്ന് ഭയങ്കര ചൂടിലാണല്ലോ. ഒരു പിടിയില്ല ഉത്തമ. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ മുതൽ സാറിന്റെ മൂക്കിൻ തുമ്പത്താണ് ദേഷ്യം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് മിക്കവാറും വഴക്ക്. രാവിലെ മോഹനേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഞാനൊരു ചായയുമായിട്ട് ചെന്നു. മോഹനേട്ടൻ പേടിച്ചു പോയല്ലോ. നീയാണോ മോഹനേട്ടാന്ന് വിളിക്കുന്നത്? പിന്നെ എങ്ങനെ വിളിക്കണം? ഇങ്ങനെ വിളിച്ചാലോ? ചായ. വന്ന് വന്ന് നിനക്ക് യാതൊരു മര്യാദയില്ല വന്നിരിക്കുക. കാര്യം പറഞ്ഞാൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായിരിക്കും. പക്ഷെ വീടിനകത്തായാലും നമ്മൾ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. എന്ത് രീതി? ഞാൻ എല്ലാ ദിവസവും ചായ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മോഹനേട്ട എന്ന് വിളിക്കാറുള്ളത്. ഈ വിളി കേട്ട് പേടിക്കാൻ മോഹനേട്ടൻ പ്രേതകഥയൊന്നുമല്ലല്ലോ വായിക്കുന്നത്, പത്രമല്ലേ? എന്ത് ചെയ്തിട്ടും പിന്നെയും പിന്നെയും തർക്കിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തണം. ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കുന്നതാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ട ആദ്യത്തെ ഗുണം. ശരി, എങ്കിൽ പിന്നെ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ചായമായി 1 മിനിറ്റ് ഇങ്ങനെ വരുന്നു. മോഹനേട്ടന്റെ അടുത്ത് വരുമ്പോൾ ചെറുതായി എന്ന് മുരടനക്കുന്നു. ഇങ്ങനെ മോഹനേട്ടൻ എന്റെ നേരെ ഇങ്ങനെ നോക്കുമ്പോ അടിയൻ ചായയുമായി വന്നതാണ് എന്ന് പറയുന്നു. എങ്ങനെയുണ്ട്? എന്തോ? ഏത് വക്കോലായാലും ജഡ്ജി ആയാലും അടക്കവും ഒതുക്കവുമാണ് വേണ്ടത്. ഭർത്താവിനെ ബഹുമാനിക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിനക്കത് ശീലമില്ല. എന്റെ വിധി. മോളുടെ ചായ വേണ്ടേ? ചായ കുടിക്ക. എനിക്ക് ചായയേക്കാൾ പ്രധാനം മനസ്സമാധാനമാണ്. നിന്റെ അടുത്തിരുന്ന് ഈ ചായ കുടിച്ചാൽ ഇതിൽ വിഷം കലക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നും. പിന്നെ കുടിക്കും. അതൊരു തുടക്കം മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഭാമേ എന്നൊരു അലർച്ച കേട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പോൾ കുളിമുറിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു മോഹനേട്ടൻ. കുളിമുറിയിൽ സോപ്പ് കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു അടുത്ത ബഹളം. ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ് മുഖം കഴുകാനായി മോഹനേട്ടൻ തന്നെ ആ സോപ്പ് എടുത്ത് ഊണുമുറി കൊണ്ടുവന്ന് വെച്ചതാണ്. ഞാൻ പോയി സോപ്പ് എടുത്തു കൊണ്ടുവന്നു കൊടുത്തു. അതുമായി
എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി നിന്നിട്ട് കുളിമുറിക്കല് വാതിലടച്ചു. പിന്നത്തെ അംഗം ഷർട്ട് മാറാൻ ചെന്നപ്പോഴായിരുന്നു. നല്ല വൃത്തിയായിട്ട് ഞാൻ അലക്കി തേച്ച് വെച്ച ഷർട്ടാണ്. സാറിന് പക്ഷെ പിടിച്ചില്ല. എന്താണ് മോനട്ടാ? എന്താണ് ഷർട്ട് ഇങ്ങനെയാണോ ഷർട്ട് തയ്ക്കുന്നത്? പിന്നെ എങ്ങനെയാണ്? ഈ ഷർട്ട് തയ്ച്ചത് ശരിയായില്ല. അതെങ്ങനെയാ? നിനക്ക് അതിലൊന്നുമല്ലല്ലോ ശ്രദ്ധ. ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്താലേ ശരിയാവൂ. ഞാൻ ഇന്നും ഷർട്ട് തേക്കുന്ന പോലെ തന്നെയാണ് ഇന്നും ഷർട്ട് തേച്ചിരിക്കുന്നത്. ഇതിനെന്താ കുഴപ്പമെന്ന് പറ. ഇനി പറയേണ്ട കാര്യം ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ചുരുക്കത്തിൽ രാവിലെ തന്നെ മോനേഡ് സാർ ഉടക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നാലും വക്കീലെ, ഒരു കാര്യമില്ലാതെ ആരെങ്കിലും അങ്ങനെ ചൂടാവൂ? എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ച് നോക്കി ഉത്തമ, ഇന്നലെ വൈകുന്നേരം വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രാത്രിയിലും വഴക്കൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ ഉറക്കത്തിലെങ്ങാനും ഞാൻ അറിയാതെ വില്ലേജ് ഓഫീസറെ പിടിച്ച് കടിച്ചോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ വക്കീൽ എന്തിനാ കാണണോന്ന് പറഞ്ഞ? ആ, നാളെ എന്റെ ചെറിയമ്മയുടെ മോടെ കല്യാണ നിശ്ചയമാ. മോഹനേട്ടന് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഇന്ന് വൈകിട്ട് പോകും. ഞായറാഴ്ചയെ വരൂ. അതുകൊണ്ട് മോഹനേട്ടൻ 2 ദിവസത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഉത്തമൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. അതൊരു പതിവില്ലാത്തൊരു പോക്കാണല്ലോ വക്കീല്. 2 ദിവസമൊക്കെ അങ്ങനെ വക്കീല് മാറിയെന്ന് കണ്ടിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനാ ഉത്തമ? വീട്ടിലൊരു ആവശ്യം വന്ന പിന്നെ പോകാതിരിക്കാൻ പറ്റൂ? ആ, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ശരി ശരി, പോയിട്ടോ. ഉത്തമ, അപ്പോ അതാണ് പ്രശ്നം. ഏത്? അമ്മേ, 1000 രൂപ. ഇത് നാളെ കോടതി പോകുമ്പോ ആ മാധവൻകുട്ടിയുടെ കടയിൽ കൊടുത്തു. ഇതെന്തിനാ ഇന്നെ തരുന്നത്? മാധവൻകുട്ടിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ പോകുമ്പോ മാധവൻകുട്ടി തുറക്കില്ല. നീ കോടതി പോകുന്ന നേരം അവൻ കട തുറക്കും. ഞാൻ രാവിലെ മറന്നങ്ങനെ പോയല്ലോ. നാളത്തെ വേറൊരു കാര്യം മോഹനേട്ടന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്ത്? രാധികയുടെ കല്യാണ നിശ്ചയം. അത് നാളെയല്ലോ, മറ്റന്നാളല്ലേ? അതെ, ഞാൻ ആലോചിച്ചപ്പോ എന്തായാലും അവിടെ വരെ പോവല്ലേ മോഹനേട്ടാ. വീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി. നാളെ വൈകിട്ട് കോടതിയിൽ നിന്ന് വന്നിട്ട് പോയാലും രാത്രി 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. മറ്റന്നാള് കല്യാണ നിശ്ചയം കഴിഞ്ഞ് ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. ശനിയാഴ്ച അവിടെ താമസിച്ച് ഞായറാഴ്ച ഉച്ചയാകുമ്പോഴും ഇറങ്ങിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും എടുത്താലോ. മോഹനേട്ടനാണെങ്കിൽ ശനിയാഴ്ച ലീവും ഇല്ല. ഞായറാഴ്ച വേറെന്തോ ഭയങ്കര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഞായറാഴ്ച വന്നാ പോരെ? അതിപ്പോ നാളെ വൈകിട്ട് പോകുന്ന എന്തിനാ? മറ്റന്നാൾ രാവിലെ 5 മണിയുടെ ബസ്സിൽ പോയാൽ പോരെ? എന്തായാലും പോണ്ടേ മോഹനേട്ടാ? അപ്പൊ പിന്നെ നാളെ വൈകിട്ട് എങ്ങ് പോവാം. ചെറിയമ്മയുടെ അടുത്ത് എല്ലാരും കാണും. എത്ര നാളാ എല്ലാരും ഒന്നും കണ്ടിട്ട്. വീട്ടിലും ഇത്തവണ തന്നെ പോണമെന്നുണ്ടാ? അടുത്ത ആഴ്ച കാണാൻ പോയ പോരെ? അപ്പോഴാണെങ്കിൽ എനിക്ക് അവധിയുണ്ട്. എന്തായാലും ചെറിയമ്മയുടെ വീട് വരെ പോകുന്നതല്ലേ? അപ്പൊ പിന്നെ ആ വഴി വീട്ടിലും കൂടെ പോയി വരുന്നല്ലേ നല്ലത്. നാളെ രാത്രി ചെല്ലുമെന്ന് ചെറിയമ്മയോടും മറ്റന്നാൾ ചെല്ലുമെന്ന് വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ ഉടക്കേണ്ട കാരണം എനിക്ക് പിടികിട്ടി. ഉത്തമതിക്ക് ഞാനിപ്പോ വരാം. ഇതെന്തോന്ന്? മോഹനേട്ടാ, സാധാരണഗതിയിൽ ഒരു ഭർത്താവോ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നത് ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഒരാൾ ഒരു കാര്യവുമില്ലാതെ രാവിലെ മുതൽ വഴക്കുണ്ടാക്കാൻ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. ഞാൻ കാര്യമില്ലാതെ വഴക്കുണ്ടാക്കി ആര് പറഞ്ഞു? കാര്യമുണ്ട്, പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ശരിക്കുള്ള കാര്യം. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പോയിട്ട് മറ്റന്നാളെ വരൂ എന്നുള്ളതാണ് കാര്യം. ആര് പറഞ്ഞു? ശിശു, എന്തിനാ വെച്ചെടുക്കുന്നേ? സാറിന്റെ മുഖത്ത് സകലതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഞാൻ പോകുന്നതിലുള്ള ഇഷ്ടക്കുറവായിരുന്നു പ്രശ്നം. സത്യം പറ, അതിനല്ലേ വഴക്കുണ്ടാക്കിയത്? അത് പിന്നെ 2-3 ദിവസത്തേക്ക് നീ ഇവിടുന്ന് മാറി നിന്നിട്ടില്ലല്ലോ.
നീ പോയി കഴിഞ്ഞാ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എങ്കിൽ പിന്നെ അതങ്ങ് വാ തുറന്ന് പറഞ്ഞൂടെ? ഭാമേ, ഇത്ര ദിവസത്തേക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന്. ആ അങ്ങനെ പറഞ്ഞാ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് നീ എന്നെ കളിയാക്കില്ലേ? അപ്പോ ഇന്നലെ വൈകിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പം മുതലേ ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. എന്റെ വില്ലേജ് ഓഫീസറെ, ഇത്രയും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ആകെ തുറന്ന് പറഞ്ഞൂടെ? ഭാമേ, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് സന്തോഷമാവില്ലായിരുന്നു. അതിനു പകരം നേരം വെളുത്തപ്പം മുതൽ വഴക്കോട് വഴക്ക്. ശരി, നാളെ രാവിലത്തെ 5:30 വണ്ടിക്ക് ഞാൻ പൊയ്ക്കോളാം. വൈകിട്ട് മോഹനന്റെ വില്ലേജ് ഓഫീസിൽ വരുമ്പോഴേക്കും തിരിച്ചു വന്നേക്കാം. അപ്പൊ നിനക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞത്? വീട്ടിൽ നമുക്ക് പിന്നെ പോവാലോ. മോഹനയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് 2 പേർ കൂടി പോവാം. എന്നാ പിന്നെ അതാ നല്ലത്. എന്നാലും എന്റെ വില്ലേജ് ഓഫീസറിന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം. കണ്ടോണ്ടിരുന്നാ പോരാ, പിന്നെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഭർത്താവും ഭാര്യയെ സ്നേഹിക്കുന്നത് പല തരത്തിലായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. സ്നേഹക്കൂടുതൽ പ്രകടിപ്പിക്കാൻ ദേഷ്യപ്പെടുന്ന ഈ വിചിത്ര ജീവിയായ ഭർത്താവിന് ഈ ഭാര്യയെ ചേരൂ എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.